ചിലപ്പോൾ സത്യം അപ്രത്യക്ഷമാകില്ല, അത് മറഞ്ഞിരിക്കും. ശരിയായ വ്യക്തി അത് വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്നു. ഇത് കാണാതായ ഒരു IPS ഉദ്യോഗസ്ഥന്റെ മാത്രം കഥയല്ല, ഇത് ഒരു മുഴുവൻ വകുപ്പിനെയും വർഷങ്ങളായി വേട്ടയാടിയ ഒരു ചോദ്യത്തിന്റെ കഥയാണ്. ഉത്തരമോ? അത് മറന്നുപോയ ഒരു കത്തിനുള്ളിൽ മറഞ്ഞിരുന്നു. അരവിന്ദ് നായർ, IPS ഓഫീസർ. ആദരവ്, ധൈര്യം, സത്യസന്ധത എന്നിവയാൽ ഒരിക്കൽ പ്രതിധ്വനിച്ചിരുന്ന പേര് 2013-ൽ ശക്തമായ ഒരു രാഷ്ട്രീയ ബിസിനസ് അഴിമതി ശൃംഖലയെ തുറന്നുകാട്ടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അരവിന്ദ് അപ്രത്യക്ഷനായി. മൃതദേഹമില്ല, ഒരു തുമ്പും ഇല്ല, ആത്മഹത്യയാണെന്ന് പോലീസ് പറഞ്ഞു. മാധ്യമങ്ങൾ അത് കൊലപാതകമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞു. അവർ ഒരിക്കലും കാത്തിരിക്കുന്നത് നിർത്തില്ല. 2025 കേരള പോലീസ് അക്കാദമി യുവ ട്രെയിനി ഓഫീസർ അഞ്ജലി മേനോൻ സേനയിൽ ചേരുന്നു. മിടുക്കി, സത്യസന്ധ, ജിജ്ഞാസു. ഇന്റേൺഷിപ്പിനിടെ പഴയ ഒരു തെളിവ് മുറി വൃത്തിയാക്കാൻ അവളെ നിയോഗിച്ചു. ഫയലുകൾ, പേപ്പറുകൾ, മറന്നുപോയ കേസ് ഡയറികൾ. അവിടെ തുരുമ്പിച്ച ലോഹ ഡ്രോയറിനടിയിൽ അവൾ ഒരു കീറിയ കവർ കാണുന്നു. മങ്ങിയ മഷിയിൽ എഴുതിയിരിക്കുന്നു, സത്യം അന്വേഷിക്കുന്നയാൾക്ക്. അകത്ത് ഒരു കത്ത്. അപ്രത്യക്ഷമാകുന്നതിന് 2 ദിവസം മുമ്പ് എഴുതിയ IPS ഓഫീസർ അരവിന്ദ് നായരുടെ കത്ത്. ആ കത്ത് ഒരിക്കലും പൊതുജനങ്ങൾക്കുള്ളതല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമായിരുന്നു. കുറ്റബോധത്തിന്റെയല്ല, ഭയത്തിന്റെ. അരവിന്ദ് എഴുതി, നിങ്ങൾ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകം പോയി. എന്റെ സ്വന്തം കൈകളാലോ അല്ലെങ്കിൽ അവരുടെ കൈകളാലോ. ഈ അഴിമതി നിങ്ങൾ സങ്കൽപ്പിക്കുന്നതിലും ആഴത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ പുറകിൽ കത്തിപ്പിടിച്ചിരിക്കുന്നവരാണ്. അദ്ദേഹം പേരുകൾ നൽകി. ശക്തരായ പേരുകൾ. മുതിർന്ന ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, ബിസിനസ് മുതലാളിമാർ. പതിറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ട ഒരു നെറ്റ്വർക്ക്. അഞ്ജലിക്ക് കത്ത് കത്തിച്ചുകളയാമായിരുന്നു. മിണ്ടാതിരിക്കാമായിരുന്നു. യൂണിഫോമിൽ സുരക്ഷിതവും ശാന്തവുമായ ഒരു ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ അരവിന്ദിന്റെ വാക്കുകൾ അവളെ വേട്ടയാടി. സത്യസന്ധനായ ഒരാൾ വരും. എനിക്ക് കഴിയാത്തത് പൂർത്തിയാക്കാൻ ധൈര്യമുള്ള ഒരാൾ വരും. അവൾ സ്വന്തം അന്വേഷണം ആരംഭിച്ചു. രഹസ്യമായി സൂചനകൾ അവളെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഫാം ഹൌസിലേക്ക് നയിച്ചു. 12 വർഷമായി തൊട്ടുതീണ്ടാത്ത ഒരു രഹസ്യ ലോക്കർ. അകത്ത് രേഖകൾ, തെളിവുകൾ, ബാങ്ക് രേഖകൾ, കൈക്കൂലി, ഒളിപ്പിച്ചുവെച്ച സ്വത്തുക്കൾ. അരവിന്ദ് ശേഖരിച്ചതെല്ലാം ആരെങ്കിലും കണ്ടെത്തുന്നതിനായി കാത്തിരിക്കുന്നു. ഒരു പഴയ മൊബൈൽ ഫോണും ഒരു റെക്കോർഡിംഗ്. അരവിന്ദിന്റെ അവസാന വാക്കുകൾ കേൾക്കുന്നവരോട്, സത്യം എന്നേക്കുമായി കുഴിച്ചുമൂടാൻ കഴിയില്ല. അഞ്ജലി തെളിവുകൾ കൈമാറി. പക്ഷേ പോലീസിന് അല്ല, മാധ്യമങ്ങൾക്ക് അല്ല. മരിക്കുന്നതിനു മുമ്പ് അരവിന്ദ് വിശ്വസിച്ചിരുന്ന സത്യസന്ധനായ ജഡ്ജിയുടെ അടുത്തേക്ക് അവൾ പോയി. മാസങ്ങൾക്കുള്ളിൽ വിരമിച്ച ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി. രാഷ്ട്രീയക്കാർ തുറന്നുകാട്ടപ്പെട്ടു. ബിസിനസ്സുകൾ അടച്ചുപൂട്ടി. നീതി നടപ്പാക്കി. നിശബ്ദമായി, നിയമപരമായി, പൂർണ്ണമായും. അരവിന്ദ് നായരുടെ അവഗണിക്കപ്പെട്ട ശവക്കുഴിയിൽ നിന്നുകൊണ്ട് അഞ്ജലി കത്ത് അവിടെ വച്ചു. സർ, നിങ്ങളുടെ കഥ ഇപ്പോൾ കഴിഞ്ഞു. സത്യം ജീവിക്കുന്നു. അവൾ നടന്നുപോകുമ്പോൾ 12 വർഷത്തിനിടെ ആദ്യമായി മരങ്ങൾക്കിടയിലൂടെ കാറ്റ് ഒരു മന്ത്രിപ്പ് വഹിക്കുന്നതായി തോന്നി. നന്ദി. ചില ഉദ്യോഗസ്ഥർ ജീവൻ സംരക്ഷിക്കുന്നു. ചിലർ നിയമം സംരക്ഷിക്കുന്നു. ചിലർ മരണശേഷവും സത്യം സംരക്ഷിക്കുന്നു.